ദേവദൂതൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. ഒരു റിവ്യൂ ഒന്നും പറയണ്ട, കാരണം ഓൾറെഡി യൂട്യൂബിലൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരുപാട് പ്രാവശ്യം ടിവിനേക്കാളും കൂടുതൽ യൂട്യൂബിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത് ഈ ഫിലിം. അപ്പോൾ എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ വളരെ മികച്ച എക്സ്പീരിയൻസ്. അതിലുപരി വളരെയധികം എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമക്ക് നമ്മൾ യൂട്യൂബിൽ കാണുന്ന സിനിമേനേക്കാൾ ഒരുപാട് കട്ടിങ് ഉണ്ട്. ഒരുപാട് ഭാഗങ്ങൾ ഈ സിനിമയുടെ കട്ട് ചെയ്തിട്ടാണ് അവർ 4K റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കട്ട് ചെയ്തിരിക്കുന്ന പ്രധാന ഭാഗങ്ങളെല്ലാം നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഈ സിനിമ കാണുന്നവർക്ക്, ആദ്യമായി കാണുന്നവർക്ക് ഈ ഒരു അനുഭവം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഒരുപാട് പ്രാവശ്യം സിനിമ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജഗദീഷ് ശ്രീകുമാർ എന്നുള്ള നടൻ ശരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. ഈ ഒരു തിയേറ്ററിൽ ഇറങ്ങിയ 4K റീമാസ്റ്റേർഡ് വേർഷൻ കാണുമ്പോൾ അത് എനിക്ക് സത്യം പറഞ്ഞ ഒരു പോരായ്മയായിട്ടാണ് തോന്നിയത്. ഒരു ചെറിയ സീനെങ്കിലും അദ്ദേഹത്തിന്റെ വെക്കാമായിരുന്നു. അത് എന്തുകൊണ്ടാണ് അത്രയും ഭാഗം അദ്ദേഹം വരുന്നത്? അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അദ്ദേഹം ഈ സിനിമയിൽ ഒരു കോമഡി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വേഷമാണ്. ഒരു അച്ഛന്റെ വേഷം. അതൊരു ശ്രേയണതയ്ക്കുള്ളൊരു ആളുടെ ഒരു വേഷമാണ് അദ്ദേഹം ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ട്. പക്ഷെ അദ്ദേഹം ഈ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ പുള്ളിനെ കട്ട് ചെയ്ത് കളയണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് ഫൈറ്റ് സീനുകൾ, സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഫൈറ്റ് സീനുകൾ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം അത് ആവശ്യമില്ലാത്തൊരു സീനൊക്കെയാണ്. ഇത്തിരി ലെങ്ത് ഒക്കെ ഉള്ള സീനാണ്. കുറെ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് ജഗദീഷ് ശ്രീകുമാർ എന്ന നടനെ പൂർണ്ണമായിട്ട് ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന്റെ ഒരു താങ്ക്സ് കാർഡിൽ ശരിക്കും അദ്ദേഹത്തിന്റെ മെൻഷൻ പോലും ഇല്ല. ഞാൻ നോക്കിയപ്പോൾ മുരളിച്ചേട്ടൻ ഈ സിനിമയിൽ അഭിനയിക്കണം, അദ്ദേഹത്തിന് ഇൻ മെമ്മറീസ് ഓഫ് എന്നൊക്കെ പറഞ്ഞ ഒരു മെൻഷനൊക്കെ ഉണ്ടായി. പക്ഷെ ജഗദീഷ് ശ്രീകുമാർ എന്തോ സിനിമയിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഗൈസ്, വർത്ത് വാച്ചിങ് ഈ സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റൂ തിയേറ്ററിൽ. കാരണം അതിന്റെ ഒരു 4Kയിലേക്ക് റീമാസ്റ്റർ ചെയ്തപ്പോൾ എടുത്തു പറയേണ്ടത്, പലരും അതിന്റെ പാട്ട് തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ. ഇതൊരു മ്യൂസിക്കലി പറയുന്ന ഒരു നല്ലൊരു ഡിവൈൻ ലവ് സ്റ്റോറിയാണ്. ഡിവൈൻ ആ വർക്ക് എടുത്തു പറയണം. ദൈവികമായ ഒരു പ്രണയം പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് നല്ല രീതിക്ക് മ്യൂസിക്കൽ മൂവിയാണ്. പക്ഷെ അതിലുപരി എനിക്ക് തോന്നിയത് ഇതിന്റെ ഫ്രെയിംസ് അത്രക്ക് ഭംഗി, അതിന്റെ ആ ഒരു കളർ ഗ്രേഡിങ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ഈസ്തെറ്റിക് ബ്യൂട്ടിയാണ് ഫീൽ ചെയ്യുന്നത്. അത്രക്കും ക്ലാരിറ്റി, അത്രക്കും ഭംഗിയായിട്ടുണ്ട് ആ 4Kയിലേക്ക് റീമാസ്റ്റർ ചെയ്തപ്പോൾ. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണാൻ പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ പോയി തന്നെ കാണുക, മിസ് ചെയ്യല്ലെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിനേക്കാളും മികച്ചൊരു സംഭവം കൂടി വന്നായിരുന്നു അതിൽ. വേറൊന്നുമല്ല, നമ്മുടെ മണിച്ചിത്രത്താഴിന്റെ ട്രെയിലർ തിയേറ്ററിൽ പ്ലേ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ഗംഭീര കയ്യടിയായിരുന്നു ഗൈസ്. ഗംഭീര കയ്യടിയിലുപരി പെട്ടെന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പരസ്യം പറഞ്ഞ സമയത്തായിരുന്നു ഇതിന്റെ ട്രെയിലർ വന്നത്. പെട്ടെന്ന് നോക്കണ ആ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് 17-ാം തീയതി ഓഗസ്റ്റ് റിലീസാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും അതിനും പോകും. അപ്പോ പടം പോയി കാണുന്നവർ കാണുക. പക്ഷെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. അപ്പൊ കാണാൻ പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ പോയി കാണുക. വളരെ നല്ലൊരു മൂവി. ഈ സിനിമയിൽ ലാലേട്ടൻ പറയുന്നത് പോലെ ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. അപ്പൊ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി കാണുക. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി കേൾക്കുക. അപ്പോൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ പോയി കാണുക. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഓൾറെഡി ആണ് ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്കും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അന്ന് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ശരിക്കും ഞാൻ ജനിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അന്ന് പറ്റിയില്ല. അപ്പൊ ഇന്ന് ഈ സിനിമ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാനായിട്ട്. ഓക്കെ, ബൈ.